ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തതിൽ എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയ ഒരു സൺസ്ക്രീനിൻ്റെ റിവ്യൂ പറയാനാണ്. നമ്മുടെ ബേസിക് സ്കിൻ കെയറിൽ സൺസ്ക്രീൻ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. സ്കിൻ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ മോയ്സ്ചറൈസറും സൺസ്ക്രീനും എന്തായാലും യൂസ് ചെയ്യൂലേ. ഇപ്പോൾ ഒട്ടുമിക്ക ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് ബോയ്സ് ആയാലും ഗേൾസ് ആയാലും നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് സൺസ്ക്രീൻ. സൺസ്ക്രീൻ നമുക്ക് UV റേസിൽ നിന്നും പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. സൺലൈറ്റിൽ നിന്നും പ്രൊട്ടക്ഷൻ നൽകാൻ നമുക്ക് സൺസ്ക്രീൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പുറത്തു പോകുമ്പോൾ ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും എന്തായാലും ഇട്ടിരിക്കണം. ഒട്ടുമിക്ക ആൾക്കാരും ആദ്യം യൂസ് ചെയ്തിട്ടുള്ള സൺസ്ക്രീൻ ലാക്മിയുടെ സൺസ്ക്രീൻ ആയിരിക്കും അല്ലേ. അങ്ങനെയാണ് ഞാനും സ്കിൻ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അടുത്തുള്ള കടയിൽ നിന്ന് ലാക്മിയുടെ 80-90 രൂപ വിലയുള്ള ഒരു സൺസ്ക്രീനാണ് യൂസ് ചെയ്തിരുന്നത്. അത് നമുക്ക് സണ്ണിൽ നിന്ന് പ്രൊട്ടക്ഷൻ ഒക്കെ തരുന്നുണ്ട്. അതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ വൈറ്റ് കാസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ സൺസ്ക്രീൻ ഇട്ട് പുറത്തിറങ്ങുമ്പോൾ വല്ലാണ്ട് ഫേസിൽ വൈറ്റ് കാസ്റ്റ് തോന്നും. ചില സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഫേസ് ഒന്ന് ഡള്ളായ പോലെ തോന്നും, കൂടുതൽ ഡാർക്ക് അടിക്കുന്ന പോലെയൊക്കെ തോന്നും. ഞാൻ യൂസ് ചെയ്തതിൽ എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയ ഒരു സൺസ്ക്രീൻ ആണ് ദ ഡെർമാക്കോന്റെ സൺസ്ക്രീൻ. ഇതിപ്പോൾ 30 ഗ്രാമിൻ്റെ സൺസ്ക്രീൻ ആണ്. ഇതിന് 200 and something ആണ് റേറ്റ്. ഒട്ടുമിക്ക ആളുകൾ റിവ്യൂ പറയുന്ന ഒരു സൺസ്ക്രീൻ ആണിത്. അപ്പോൾ ഇതിൻ്റെ പാക്കേജ് ഇങ്ങനെയാണ് വരുന്നത്. സൺസ്ക്രീൻ എന്തായാലും യൂസ് ചെയ്യണം. അപ്പോൾ ഏതെങ്കിലും ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് കാര്യമില്ല, നമ്മുടെ ഫേസിന് സ്യൂട്ടബിൾ ആകുന്ന സൺസ്ക്രീൻ തന്നെ യൂസ് ചെയ്യണം. ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് നമ്മുടെ ഫേസിലേക്ക് ഈസി ബ്ലെൻഡ് ആവും. പിന്നെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ യാതൊരുവിധ വൈറ്റ് കാസ്റ്റും ഇല്ല. പിന്നെ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ആണെങ്കിലും മുഖം സ്വെറ്റിയൊന്നുമില്ല. പിന്നെ മറ്റുള്ള സൺസ്ക്രീനെ പോലെ നമ്മുടെ ഫേസിനെ ഡാർക്ക് ആക്കുന്നില്ല. അപ്പോൾ ഇത് എന്തുകൊണ്ടൊരു ബെസ്റ്റ് സൺസ്ക്രീൻ ആണ്. ഇത് 30 ഗ്രാമിൻ്റെ ഒരു പാക്കേജാണ്. ഇതിൽ SPF 50 PA+++ അടങ്ങിയിട്ടുണ്ട്. 30 ഗ്രാമിൻ്റെ ഈ പാക്കേജിന് 200 something രൂപയാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിലേക്ക് ഈസി ആയിട്ട് അബ്സോർബ് ആകും. പിന്നെ യാതൊരുവിധ വൈറ്റ് കാസ്റ്റും ഇല്ല. വൈറ്റ് കാസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ബോയ്സ് അധികം സൺസ്ക്രീൻ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ബോയ്സിന് പറ്റിയ ഒരു സൺസ്ക്രീൻ തന്നെയാണിത്. നമ്മുടെ സ്കിന്നിന് പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു നല്ല സൺസ്ക്രീൻ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സൺസ്ക്രീൻ ആണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. ബൈ.